ഉറക്കെ പറഞ്ഞോക്കാം. അപ്പൊ ചെലപ്പോ മൂഡ് വരും. ആദ്യം ടീം ഇടുന്നത് എങ്ങനെയാണെന്ന് പറയാം. എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഓരോരോ ടീം. ഈ കുടുംബത്തിലുള്ളവരെ മൊത്തം ബാധിക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയത്തില് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് ശരിയല്ല. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ പന്ത് പൊന്തിപ്പോയി ഔട്ടായതുകൊണ്ട് കളി അത്ര നിസാരല്ല. അല്ല, ആ നിയമമുണ്ടാക്കിയ സിറ്റുവേഷൻ ആര് എപ്പോ എങ്ങനെ അതിപ്പോ നിയമങ്ങൾ ഉണ്ടാവട്ടെ, അതനുസരിച്ച് ലോകം നന്നാവുക ചെയ്യാം. കളിയാണല്ലോ കുറച്ചൊക്കെ എത്തിക്സ് വേണം അഭിലാഷ്. നിങ്ങൾക്കാണ് എത്തിക്സ് ഉള്ളത്. ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇന്നെ ഔട്ടാക്കിട്ട് പ്രതികാരം തീർത്താണല്ലോ നിങ്ങൾ എത്തിക്സ്. പിന്നെ ഈ ഗ്രൗണ്ടിൽ ചർച്ചകളെ അത് കേട്ടില്ല നടിക്കല പാട്. എടാ, ഓ ഫ്ലോർ സൂപ്പർവൈസർ, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വർത്താനം ഒട്ടും ശരിയല്ല കേട്ടോ. നമ്മളുള്ളിലൊക്കെ ഒരു അഴുക്കുണ്ടല്ലോ, പുറത്തു വിടാതെ അകത്തന്നെ റീസൈക്കിൾ ചെയ്യുന്ന, അത് മൊത്തം പുറത്തായി. തല്ലോടങ്ങിയ ഓലക്കണ്ണി ഇളകിയിട്ടുണ്ടോ? പോറ കിട്ടിയേ പറ്റും. അതിന് ഈ ഭാഗത്ത് ഓലക്കണത് കളിക്ക്. അതിന് ഈ കണ്ടിനാ എങ്ങനെ കാണാനാ? എന്റെ അച്ഛന്റെ കോങ്കണ്ണല്ലേ ഉമ്മല്ലേ ഉമ്മായിട്ട് വെറുതെ വെറുതെ ഒരു കച്ചറ ഉണ്ടാവണ്ട. ഞാൻ അങ്ങനെ തലപ്രാന്ത് പിടിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇന്നങ്ങനെ സൽക്കരിക്കല്ലേ. ഇങ്ങോട്ടേക്ക് മക്കളോ വാപ്പയോ കെട്ടിയനോ ആരാണെങ്കിലും ഒരാൾ അർഹിക്കുന്നതിലേറെ കൊടുത്ത അയാളെ വിടക്കാക്കരുത്. നല്ല ടൈറ്റിലാണ് സ്റ്റാൻഡ്. ഐ നീഡ് മണി സോ ബാഡ്. റൗണ്ട് തുപ്പലട ധർമ്മനോട് മുട്ടി നിൽക്കാൻ ഒരേ ഒരാൾക്കേ പറ്റൂ. സസ്പെൻസാ